ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് കമന്റേറ്റർ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. താങ്കളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും താങ്കളെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നോക്ക്, ഞാൻ സമ്മതിക്കുന്നു, ചില സമയത്ത് ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാം. തുടക്കം തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല എന്ന്. സോ ഞാൻ വീണ്ടും നിങ്ങളോടെല്ലാം പറയുകയാണ്, बुलबुलों के पंखों में बंधे हुए कभी बाज नहीं रहते, बुज़दिलों और कायरों के हाथों में कभी राज नहीं रहते. सर झुका के चलने की आदत पड़ जाए जिस इंसान को, उस इंसान के सर पे कभी ताज नहीं रहते, कभी ताज. സോ ഒരു പക്ഷേ അതായത് സത്യത്തിൽ ആർക്കെങ്കിലും അതുകൊണ്ടൊരു ബാധിപ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കില്ല, അതൊരു വലിയ കാര്യമായി ഞാൻ കണക്കാക്കില്ല. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. താങ്കളുടെ സംസാരം കാരണം ജെഫ്രി ജെഫ്രി ബോയ്ക്കോട്ടിന്റെ കാര്യത്തിലേക്ക് എത്തി. ജെഫ്രി ബോയ്ക്കോട്ട് ലോകത്തിലുള്ള എല്ലാവരുടെയും ട്രൗസർ അഴിച്ചവനാണ്. ആരെങ്കിലും അദ്ദേഹത്തെ അപമാനിച്ചാൽ ഇദ്ദേഹം വാദിക്കാൻ വരുന്നു. ജനങ്ങളെ, ഇത് തെറ്റല്ലേ? പിന്നെ സർ, ജെഫ്രി ബോയ്ക്കോട്ട്, പിന്നെ സർ, ഞാൻ ജാഫ്രിയെ എത്ര ബഹുമാനിക്കുന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ 15 ദിവസം കമന്ററി നൽകുമ്പോൾ ഞാൻ എത്ര ബഹുമാനിച്ചെന്നു. ഇത്രത്തോളം ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ താങ്കൾ ആ കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ അദ്ദേഹത്തിന് എത്രമാത്രം ബഹുമാനം നൽകിയെന്ന് വെച്ചാൽ അദ്ദേഹം ആ കാര്യം മനസ്സിലാക്കിയില്ല. അദ്ദേഹം വിചാരിച്ചു ഇവനൊരു ചെറിയ ചെക്കനാണ്, ഇവനെ ഉപയോഗിച്ച് ജനങ്ങളെ ചിരിപ്പിച്ച് ഇവനെ താഴ്ത്തിക്കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം വന്നാൽ അപ്പൊ അത് തെറ്റായ കാര്യമല്ലേ? അപ്പൊ ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല, ഇപ്പോൾ ഇരുമ്പ് എങ്ങനെ ഇരുമ്പിനെ മുറിക്കാൻ പോകുന്നു എന്ന് കണ്ടോളൂ. അക്കാലത്ത് ജെഫ്രി ശില്പ ഷെട്ടിയെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. ഇതിൽ എന്റെ തെറ്റൊന്നുമില്ലല്ലോ. ഒരു പക്ഷെ വയസ്സായ കുതിരയ്ക്ക് ആഗ്രഹം ഉദിച്ചാൽ അതിൽ എന്റെ തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, ശില്പ നിങ്ങളുടെ മകളെ പോലെയാണ്, കാരണം അവളുടെ അച്ഛൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും അദ്ദേഹം തരിച്ചിരുന്നു പോയി. അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്, ലുക്ക് അറ്റ് മൈ ഹെഡ്. സർ, ഇംഗ്ലീഷ് ഇവിടെ സംസാരിക്കാമല്ലോ സർ? അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ലുക്ക് അറ്റ് മീ, ഐ എം സ്റ്റിൽ യങ്. ഐ സെഡ്, ജെഫ്രി, ദ ലാസ്റ്റ് ടൈം യു സെലിബ്രേറ്റഡ് യുവർ ബർത്ത്ഡേ ദ കാൻഡിൽസ് കോസ്റ്റ് മോർ ദാൻ ദ കേക്ക്. അദ്ദേഹത്തിന് വീണ്ടും ദേഷ്യം വന്നു. അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല, വിഗ് പോലും വെക്കാൻ പറ്റില്ല. ഇയാൾക്കാണ് പ്രേമിക്കാൻ ആഗ്രഹം. ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം തകർന്നുപോയി. അതിനുശേഷം അദ്ദേഹം എന്നെ ഭയങ്കര ആസാമിയാണെന്ന് പറഞ്ഞ് തനിച്ചൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. സിഡു, ഞാൻ പറഞ്ഞു, പറയൂ ജാഫ്രി. സിഡു, പറയൂ സർ. നോ ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ് സൺ, നോ ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഹലോ ഓൾഡ് മാൻ, യു ഹിറ്റ് മീ ബിലോ ദ ബെൽറ്റ് ആൻഡ് ഐ ഗോ 6 inches ബിലോ ദാറ്റ് എന്ന് പറഞ്ഞു. യു അണ്ടർസ്റ്റാൻഡ്? അയാളാകെ വെളറിപ്പോയെന്ന്. ഇടക്കിടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ചില സമയത്ത് കുസൃതി കൊണ്ട് ഒരാൾ ഹീറോവായി മാറും. ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും അത് റിവേഴ്സ് ആയി പോയാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ശരിക്കും പറയാൻ സർ, ഞാൻ ജാഫ്രിയെ ഇന്നും എന്റെ ഹീറോ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ആരെയും അപമാനിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യർക്കും ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കും. അതുണ്ടെങ്കിലും മനുഷ്യനാവും. ഒരിക്കൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരിക്കൽ സൂപ്പർ സെലക്ടർ കളിച്ചു. അതിൽ ഞാൻ എപ്പോഴും വിജയിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, യു ആർ എ ലക്കി ബോയ് എന്ന്. ഐ എം അൺലക്കി, യു ആർ ലക്കി, ഐ എം അൺലക്കി. ഇതൊക്കെ ഒരു കാര്യമാണോ? 4-ാമത്തെയും 5-ാമത്തെയും പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്ക് അവാർഡ് നൽകി ഒരു വലിയ കപ്പ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അവർ ജാഫ്രി സാറിനോട് ചോദിച്ചു, സാർ, ഇവൻ ഈ കപ്പ് 7-ാമത്തെ പ്രാവശ്യമാണ് വാങ്ങുന്നത്. അതിന് ജാഫ്രി സാർ പറഞ്ഞു, ഐ എം അൺലക്കി. ഞാൻ ജാഫ്രി സാറിനെ നോക്കിയിട്ട് പറഞ്ഞു, യെസ് സർ, യു ആർ അൺലക്കി. ഈവൻ ഇഫ് സംബഡി ത്രോ യു ഇൻടു എ ബാരൽ ഓഫ് നിപ്പിൾ, യു സ്റ്റിൽ കം ഔട്ട് സക്കിംഗ് യുവർ തംബ്. പൂർണ്ണമായും വീണു, ടോട്ടലായി സറണ്ടറായി. പക്ഷെ അതിനുശേഷം ഞങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ്, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയി. എന്തെന്നാൽ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കളിക്കാരെ പറ്റി അപവാദങ്ങൾ പറയാൻ പാടില്ല. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കിയ പ്രഭാകർ നിങ്ങളുടെ നേരെ ഒരുപാട് കുറ്റാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇംഗ്ലണ്ടുമായുള്ള മാച്ചിനിടയ്ക്ക് അസറുദ്ദീനുമായിട്ട് ഫൈറ്റ് ചെയ്ത് കളിയുടെ പകുതിക്ക് ഇറങ്ങിപ്പോന്നു. ഞാൻ അവിടെ നിന്നും റിട്ടയർമെന്റ് വാങ്ങിച്ചാണ് വന്നത്. പിന്നെ ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം ആരെക്കുറിച്ചും ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഇനിയും ഞാൻ സംസാരിക്കില്ല. താങ്കൾക്കും അസറുദ്ദീനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം ഇതുവരെ താങ്കൾ പറഞ്ഞതേ ഇല്ലല്ലോ. പിന്നെ ആ പ്രശ്നത്തിന് ശേഷം താങ്കൾ അദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാറുണ്ട്, ഒരു ചേട്ടനെ പോലെ സന്ദർശിക്കാറുണ്ട്, എപ്പോഴും കാണും. പിന്നെ അസാറുദ്ദീനെ ഞാൻ എപ്പോഴും ഡിഫെൻഡ് ചെയ്യും. ഇതിനുവേണ്ടി ഷോസിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് യാതൊരു കുറവുമില്ല. ഇന്നും അസാറുദ്ദീനെ ഞാൻ എന്റെ ചേട്ടനായി കണക്കാക്കുന്നു. പക്ഷേ ഈ കാര്യം സത്യമാണോ? 1996 ഈ സംഭവം നടക്കുന്ന സമയത്ത്
അസുറുദ്ദീൻ നമുക്ക് ബാറ്റിംഗ് ചെയ്യാമെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. അപ്പോൾ സന്ദീപ് പാട്ടിൽ താങ്കളോട് ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പോൾ പാഡ് ധരിച്ചിരിക്കുന്നതെന്ന്. രജിത് സാർ, നിങ്ങൾ എത്ര ശ്രമിക്കുന്നു ആ വാക്കൊന്ന് പുറത്തു കൊണ്ടുവരാൻ, പക്ഷെ നിങ്ങളുടെ ശ്രമം ഫലിക്കില്ല സാർ. ഞാനത് പറയാൻ പോകുന്നേയില്ല. അവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന്. അതെന്താ പറയാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ അതെന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്, കുടുംബത്തിലെ മുതിർന്നവരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ അത് ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നു. അസറുദ്ദീൻ എന്റെ ചേട്ടനാണ്, ചേട്ടനായി തന്നെ തുടരും. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്കളുടെ വിശ്വാസത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ പറയൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. कुछ तो लोग कहेंगे, लोगों का काम है कहना.